ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. ബാംഗ്ലൂരിൽ അങ്ങനെ മഴയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് കുറച്ചൊക്കെ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ 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 ഹാപ്പി ആയിട്ടാണ് കേട്ടോ. എത്ര സന്തോഷം എന്ന് പറയാനറിയില്ല, അത്രയും വളരെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഹാപ്പിക്ക് കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ ഏർണിങ്സ് കിട്ടി, പേയ്മെന്റ് കിട്ടിയിട്ടോ. അപ്പോൾ യൂട്യൂബിന്റെ ആദ്യത്തെ പേയ്മെന്റ് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു സന്തോഷം വളരെ 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 വലുതാണ്. എത്രത്തോളാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എനിക്ക് മാത്രമാവില്ല, എല്ലാ യൂട്യൂബേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമല്ല, അത് ശരിക്കും സത്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് അത് എന്നാണ് നമ്മൾ മോണിറ്റൈസ് ആവുന്നത് എന്ന് കാത്തിരിക്കുക. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 4000 വാച്ച് ടൈമും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് മോണിറ്റൈസ് ആവുന്നതും കാത്തിരിക്കുക ആയിരിക്കും എല്ലാ യൂട്യൂബേഴ്സും അല്ലേ ആദ്യം. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ എത്ര ഡോളർ കയറുന്നുണ്ട് എന്ന് നോക്കലാവും എല്ലാവർക്കും പണി. ഇതിൻ്റെയൊക്കെ ആദ്യം നമ്മൾ എത്ര വ്യൂസ് ആണ് വരുന്നത് എന്ന് നോക്കുക ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം നമുക്ക് ഈ പൈസ കയ്യിലെത്താനും സാലറി വാങ്ങാനും ഒക്കെ. അപ്പം അതിന് ഒരുപാട് കടമ്പകളുണ്ട്. അതെല്ലാ യൂട്യൂബേഴ്സിനും അറിയുമായിരിക്കും അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു ജേണി കുറച്ചൊന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വലിയ മോള് പറഞ്ഞിട്ടാണെന്ന് ഞാൻ മുന്നുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വലിയ മോള് അവൾ BDS പഠിക്കുകയാണ്. അപ്പോൾ അവള് BDS തുടങ്ങുമ്പോൾ തന്നെ, അതായത് കൊറോണ സമയമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഞാൻ 4.5 വർഷത്തോളമായി യൂട്യൂബ് തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഈ യൂട്യൂബിൻ്റെ ഒരു ABCDയും അറിയുമായിരുന്നില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. കാരണം എനിക്ക് അതുവരെ ഞാൻ BEdും എല്ലാം കഴിഞ്ഞതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയും BEdും എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ കുട്ടികളുടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ പഠനത്തിൽ സഹായിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുക്കിങ്ങിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ മക്കളൊക്കെ കുറേ വലുതായല്ലോ. മോൾക്ക് BDS കിട്ടി, അവൾ പോയി. ചെറിയ ആളും ഇതേപോലെ 12th എല്ലാമായി. അപ്പോൾ അവളും കുറച്ച് വലുതാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തെങ്കിലും സ്വന്തമായി ഏർണിങ്സ് കിട്ടുമ്പോൾ നല്ലതാണല്ലോ. അപ്പം ഞാനും അതിലേക്കൊന്ന് തിരിയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഞാൻ യൂട്യൂബിലേക്ക് വന്നപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു അറിവും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, അത് എന്താണ് ഇതിൻ്റെ മോണിറ്റൈസേഷൻ പോളിസി എന്നോ വ്യൂസിനെ കുറിച്ചിട്ടോ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചിട്ടോ ഒന്നും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 4.5 വർഷം മുന്നെയാണ് യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനതിൽ ആക്റ്റീവ് ആയിട്ട് ഞാൻ വീഡിയോസ് എല്ലാം ഇടാൻ തുടങ്ങിയത്. വീഡിയോസ് എല്ലാം ഇട്ടിരുന്നു, വെറുതെ വീഡിയോ ഇങ്ങനെ ഇടും. അതിൽ അങ്ങനെ കാര്യമായിട്ടൊരു വ്യൂസ് ഒന്നുമില്ല. നമ്മളറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും, അത്രമാത്രം. അപ്പോൾ ഒരു 5, 6 അല്ലെങ്കിൽ 10, 15, 30 വ്യൂസൊക്കെ ഇങ്ങനെ കിട്ടും എന്നല്ലാതെ വല്ലാതെ അധികമൊന്നും വ്യൂസ്, ഒരു 100 വ്യൂസ് അങ്ങനെയൊക്കെ മാക്സിമം ഒരു 4-5 ദിവസം കഴിഞ്ഞാലും ഒരു 150, 100 വ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായത് 2 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ എല്ലാം പോയി ഞാൻ ഫ്രണ്ട്സിനെല്ലാം പരിചയപ്പെടുകയും അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസൊക്കെ കാണുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു യൂട്യൂബിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായത്. ഒരുപാട് ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് ഇതേപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം യൂട്യൂബിന് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ അതുപോലെ 4000 വാച്ച് അവർ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടൂ എന്നുള്ളത്. പിന്നെ അതിനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിട്ടോ. ഈ 1000 സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ 4000 വാച്ച് അവറും കിട്ടി പോരാനുള്ള ഒരു എന്താ പറയുക കടമ്പ എന്ന് പറയുന്നത് ചില്ലറ കടമ്പയല്ല. അത് ഒരു വ്യൂസ് കിട്ടുമ്പോൾ 2 വ്യൂസ് കിട്ടുമ്പോഴും ഒക്കെ അത്
നമുക്കൊരു ഒരു 10 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് 5 വ്യൂസായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും, സ്പാം ചെയ്തിട്ടുണ്ടാവും യൂട്യൂബ്. അപ്പം ഒറിജിനലായിട്ട് എല്ലാവരും ഇരുന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ വ്യൂസ് നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ സബ്ബും അങ്ങനെ തന്നെ. നമുക്ക് സബ് യൂട്യൂബ് ഒരു 3 മിനിറ്റ് സമയം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് സമയം നമ്മൾ കാണണം ആദ്യം ആ വീഡിയോ. എന്നിട്ട് സബും ലൈക്കും ചെയ്തെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. പക്ഷെ അതൊന്നും അന്ന് അറിയില്ല. അപ്പം നമുക്ക് ഈ വ്യൂസ് കിട്ടുന്നതും അതുപോലെ സബ് കിട്ടുന്നതും എല്ലാം സ്പാമായി പോയി പിന്നെ നമുക്ക് കിട്ടിയതും നഷ്ടപ്പെടുകയാണല്ലോ. അപ്പം നമ്മൾ പിന്നെയും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്ന എല്ലാവർക്കും, അതായത് പുതിയ യൂട്യൂബേഴ്സിനെ അറിയാതിരിക്കുന്നുണ്ടാവുള്ളൂ. പഴയ യൂട്യൂബേഴ്സ് ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അപ്പം അങ്ങനെയും നമ്മൾ വന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, യൂട്യൂബിൽ നിന്നൊരു ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു മധുരം എന്ന് പറയുന്നത് അത് പറയാൻ വയ്യാത്തത് തന്നെയാണെന്ന് പറയാം. അത് എത്ര കുറച്ച് പൈസയാണെങ്കിലോ ഒരു ഭീമമായ തുകയൊന്നും അല്ല അത്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് $100 എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്നത് അത് വളരെ വലുത് തന്നെയാണ്. അപ്പം ഇന്നത്തെ ഒരു ഏകദേശം കണക്കാക്കിയാൽ അറിയാം $100 എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ $100 $103 ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. നമ്മളെ എന്താ പറയുക, ഗൂഗിൾ ആഡ്സൻസിൽ നമുക്ക് ആവണമെങ്കിൽ അത് ഓരോ മാസവും 11-12 സമയത്താണ് അതിൻ്റെ ഒരു യൂട്യൂബ് ക്രോമിൽ നമുക്ക് ഈ സാലറി അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ അതിൽ അപ്ഡേറ്റ് ആയെങ്കിൽ $100 കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ജൂണിൽ എനിക്ക് അത് പൂർത്തി ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും യൂട്യൂബ് ക്രോമിൽ എനിക്ക് ആഡ്സൻസ് അക്കൗണ്ടിൽ എനിക്ക് അത് കംപ്ലീറ്റ് ആയിരുന്നില്ല. അത് പിന്നീട് ജൂലൈയിലാണ് എനിക്ക് അത് കംപ്ലീറ്റ് ആയത്. ജൂലൈ 11, 12 ഒക്കെ ആയപ്പോഴാണ് എനിക്കത് കംപ്ലീറ്റ് ആയി വന്നത്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അടുത്ത മാസം, അതായത് ജൂലൈ 21 to 26 ഉള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുമെന്നും അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുത്താൽ നമുക്ക് അതുപോലെ തന്നെ യാതൊരു പ്രശ്നവും കൂടാതെ തന്നെ നമുക്ക് പേയ്മെൻ്റ് എല്ലാം കിട്ടും. ഒരു പ്രശ്നമില്ലാതെ എനിക്ക് പേയ്മെൻ്റ് എല്ലാം ശരിയായി. അങ്ങനെ ഒരു മാസത്തെ വെയിറ്റിങ്ങിലായിരുന്നു. എന്നിട്ട് ജൂലൈ 26 തന്നെ എനിക്ക് കിട്ടി. നമുക്ക് അത് ഗൂഗിൾ ആഡ്സൻസിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ, നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനി പുതിയതാരെങ്കിലും ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സഹായകമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും ഫസ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ജേണി ഇങ്ങനെ എന്താ പറയുക, ഫേസ്ബുക്കിൽ നിന്നും കുറേ ഫ്രണ്ട്സിനെ എല്ലാം കിട്ടി. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഞങ്ങൾ വീഡിയോ ഇടുമ്പോഴെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ടുകൊടുത്ത് അങ്ങനെ കുറച്ച് വ്യൂസ് എല്ലാം കയറാൻ തുടങ്ങി. പക്ഷെ എൻ്റെ വീഡിയോസൊന്നും അങ്ങനെ വല്ലാതെ വൈറലൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടാൻ വൈകിയതും. പിന്നീട് എനിക്ക് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ മോണിറ്റൈസേഷനും എല്ലാം ശരിയായത്. അതായത് 23 ജൂണിലാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. 23 ജൂണിൽ എനിക്ക് മോണിറ്റൈസേഷനായി. മോണിറ്റൈസേഷൻ ആയതിന് ശേഷം കുറച്ച് ഡോളറെല്ലാം കയറാൻ തുടങ്ങി. അങ്ങനെ വ്യൂസും കുറച്ച് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് പിന്നെ 1.5 വർഷം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആഴ്ചയിൽ ഒരു വീഡിയോ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വീഡിയോയിൽ കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് കാശും സാലറി എല്ലാം കിട്ടും. എന്നും 2-3 വീഡിയോ എല്ലാം ആഴ്ചയിലൊക്കെ ഇട്ടിട്ട് അതിന് വ്യൂസും ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ആഴ്ചയിൽ 1 എനിക്ക് പറ്റുമായിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൻ്റെ യാതൊരു കാര്യങ്ങളും അറിയുമായിരുന്നില്ല, എഡിറ്റിംഗ് അറിയുമായിരുന്നില്ല, വീഡിയോ എങ്ങനെ എടുക്കണമെന്നൊന്നും ഒന്നും അറിയുമായിരുന്നില്ല. അപ്പോൾ എൻ്റെ മോളായിരുന്നു എനിക്ക് ഫസ്റ്റിൽ വീഡിയോ എടുത്തു തന്നതും എഡിറ്റിംഗ് ചെയ്തതും എല്ലാം അവളായിരുന്നു. ആദ്യത്തെ ഒരു 50 വീഡിയോ മോളാണ് കേട്ടോ എല്ലാം ചെയ്തത്. അതിനുശേഷം ആണ് ഞാൻ വീഡിയോ എഡിറ്റിംഗ് എല്ലാം തുടങ്ങിയത്. കാരണം ആദ്യം തൊട്ട് പഠിക്കണമായിരുന്നു. എനിക്കൊന്നും അറിയായിരുന്നില്ല എഡിറ്റിങ്ങിനെയൊന്നും കുറിച്ച്. ആദ്യം മോള് കുറച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവൾ ബിസിയായി, അവളുടെ പഠിത്തത്തിന് ബിസിയായപ്പോൾ പിന്നെ അവൾക്കൊന്നും സമയം ഉണ്ടായില്ല.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 500 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എന്താ ഇത്, സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നൊന്നുമില്ലല്ലോ, വളരെ നിരാശയായി എനിക്ക്. ഞാൻ ഇട്ടിട്ട് പോട്ടെ എന്ന് വരെ വിചാരിച്ചതാണ് യൂട്യൂബിൽ നിന്നും. അപ്പോഴാണ് ഒരു ഫ്രണ്ട് പറഞ്ഞത് 500 സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, അപ്പോൾ ഇനി 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കോളും. അപ്പം പിന്നെ എൻ്റെ താഴെയുള്ള യൂട്യൂബേഴ്സിന് എല്ലാം ഞാൻ വേണ്ടേ, അതായത് നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, നമുക്ക് 500എങ്കിലും ആയല്ലോ, അപ്പം അതുകൊണ്ട് ചേച്ചി പോകണ്ട, ചേച്ചി യൂട്യൂബിൽ നിന്ന് തന്നെ പിടിച്ചു നിന്നോ എന്നും എല്ലാം ഒരു ഫ്രണ്ട് പിന്നെ ഞാൻ അങ്ങ് നിന്നതാണ് കേട്ടോ. അതായത് 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും പിന്നെയും നമ്മൾ കുറേ കാലം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്പാമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടു പോയാലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് എഡിറ്റിംഗ് എല്ലാം പഠിച്ചെടുത്തപ്പോഴുണ്ടല്ലോ, എനിക്കതൊരു പാഷനായിട്ട് മാറി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോഴാണ് എനിക്കറിയുന്നത് എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് യൂട്യൂബിൽ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും എന്നൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായത് അപ്പോഴാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ പിടിച്ചു നിന്നു. പിന്നെ ഓരോ പ്രാവശ്യവും അങ്ങനെ മെല്ലെ മെല്ലെ എല്ലാം പഠിച്ചെടുത്ത് ഞാൻ തന്നെ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം കൊടുത്ത് ഞാൻ തന്നെ തമ്പനെയിൽ ഉണ്ടാക്കാനും എല്ലാം പഠിച്ചെടുത്തു. ഞാൻ അതിൽ യൂട്യൂബിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് എൻ്റെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഇത് പുതിയ യൂട്യൂബേഴ്സൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒട്ടും നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങൾക്കും ഒരു സമയം വരും, എന്നെപ്പോലെ നിങ്ങളും പഠിച്ചെടുക്കണം. എല്ലാതും നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ, നമുക്ക് എപ്പോഴും ഒരാളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. ആരെങ്കിലും ഉണ്ടാവുക തന്നെ വേണം നമുക്ക് അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് വീട്ടിൽ. അപ്പം പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു, ഹസ്ബൻഡും മക്കളും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രചോദനം കൂടിയായി എനിക്ക്. അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയിൽ തന്നെ ആയിരുന്നു. പിന്നീട് ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ ഇഷ്ടം തന്നെയായിരുന്നു, സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നീട് അതായത് യൂട്യൂബ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, യൂട്യൂബിൽ നിന്ന് കാശ് വരാൻ തുടങ്ങിയോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനും കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാശ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാശ് വരില്ലേ യൂട്യൂബിൽ നിന്ന്, അത് ഒരുപാട് കടമ്പകൾ കടന്നെങ്കിൽ മാത്രമാണ് യൂട്യൂബിൽ നിന്ന് കാശ് വരുന്നത്. നമ്മൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ഡോളറായിട്ടേ നമുക്ക് കയറുള്ളൂ. ഒരു മാസം ഒരു $4-5 ഒക്കെ കയറുള്ളൂ കേട്ടോ. അങ്ങനെ ആയിട്ട് വേണം നമുക്ക് ഈ $100 തികയാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ അപ്പോൾ പിന്നെ അത് പിന്നെയും കുറച്ചും കൂടി നീളും. അങ്ങനെ ആയിട്ട് വേണം നമുക്ക് ഇങ്ങനെ $100 ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ എന്തൊക്കെയോ പറഞ്ഞു, എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒക്കെ പറയുന്നത്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡോളർ കിട്ടാനായി കിടക്കുന്നവരുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് കിട്ടും ഒരു ദിവസം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ ഫലം എന്തായാലും മധുരം തന്നെ ആയിരിക്കും, നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഡോണ്ട് വറി, ബി ഹാപ്പി. എല്ലാവർക്കും എന്താ പറയുക, നല്ല ഒരു യൂട്യൂബ് ജേണി ആശംസിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാപ്പി എന്നുള്ള നിലയിൽ ഞാൻ ഒരു 2 വരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂളാം. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി, പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.